നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മിനി പേളിനകത്ത് എങ്ങനെയാണ് ഈ ഒരു LED പാർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്ന് ഷാർപ്പിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല, ഷാർപ്പിന് നമ്മൾ വേറെ തന്നെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ LED പാർ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഒരു മിനി പേളിനകത്ത് പേ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 LED പാർ ഇവിടെ വെച്ചിട്ടുണ്ട്. LED പാർ എല്ലാം കൂടി ഒറ്റ ലൈന് കണക്റ്റിങ് ചെയ്താൽ മതി. ഒറ്റ ലൈനിങ് കണക്റ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഔട്ട് മാത്രമേ ഇങ്ങ് പുറത്തേക്ക് എടുക്കണ്ടൂ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് അറിയാത്ത കൂട്ടർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം മുന്നേ ചെയ്ത് കണക്റ്റിങ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ DMSലും കൊടുക്കുന്ന പോലെ തന്നെ ആണ് ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ളത്. കാരണം കഴിഞ്ഞാൽ ഇതിൻ്റെ XLRും അടുത്ത XLR അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാത്തിനും ഒറ്റ പവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ LED-ൻ്റെ അകത്ത് നിന്ന് XLRൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മൾ മിനി പേളിലേക്ക് നേരിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇവിടെ ഏലില്ല, അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു പിന്നകത്ത് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ LED പാറിനകത്ത് A001 ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തേൽ നമ്മൾ 7 കൂട്ടിയിട്ട് A008 നമ്മൾ ഹൈ കൊടുക്കുക. അടുത്തൊരു 7 കൂട്ടിയിട്ട് A0015 ഇതിനകത്തേക്ക് ഹൈ കൊടുക്കുക. അടുത്തതിൽ നമ്മൾ A0022 ആയി കൊടുക്കുക. അപ്പോൾ മോൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, നമ്മൾ 1 തുടങ്ങിയിട്ട് 7 കൂട്ടിയിട്ടാണ് നിങ്ങൾ എത്ര LED പാർ അങ്ങോട്ട് ഇടുന്നോ 7 കൂട്ടിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ നമ്പർ ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് വെക്കുക. നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റർ അടിച്ചിട്ട് അവിടെ സേവ് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സംഭവം ഇങ്ങനെ നമ്മളിത് ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്, ഇത് നമ്മൾ മിനി ഇപ്പോൾ ഓണാക്കിയാൽ മാത്രമേ അത് നിൽക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ലൈറ്റ് എത്തുന്നുണ്ടോന്ന് അറിയാതെ ഔട്ടർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. അത് ഓണാക്കുമ്പോൾ അത് അവിടെ നിൽക്കും. കണ്ടോ, അത് കട്ടായിട്ടുണ്ടേ. നമ്മൾ 4 LED വെച്ചായിരുന്നേ, അതിന് ഒരു LEDക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി 3 വെക്കുന്നുള്ളൂ. നമുക്കിത് കാണാൻ വേണ്ടിയാണല്ലോ, മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അതായത് DMX 512 ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുക. പക്ഷേ നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ എന്ന് പറയുമ്പോൾ വൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മേലേക്കുള്ള ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഈ ഒരു ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേൻ്റെ അകത്ത് രണ്ടാമതായിട്ട് വൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഈ ഒരു സെറ്റ് ഞെക്കിയതിന് ശേഷം ഈ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഈ ഒരു വൈപ്പ് നമ്മൾ ഈ ഒരു B ഓപ്ഷൻ ഞെക്കിയിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഓൾ വൈപ്പ് ആക്കി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫുള്ള് ഡീറ്റെയിൽസും ഡിലീറ്റ് ആവും. അപ്പോൾ ഇതിൽ സ്ക്രീനിൽ കാണുന്നില്ലെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് പേര് പറയുന്നത്. സ്ക്രീനിൽ ക്യാമറയിൽ കാണുന്നുണ്ടാവില്ല, അപ്പോൾ പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് രണ്ടാമതായിട്ട് നമ്മൾ 001 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ ഒരു 001 എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് LED പാറിൽ ആക്കിയതാണ്. അപ്പോൾ നമ്മളത് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തേലേക്ക് ഈ ഒരു ഫസ്റ്റ് LED പാർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളെ നമ്പർ മാറിയിട്ടുണ്ട്. അടുത്തത് 008 എന്നുള്ളതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ LED പാറിൻ്റെതും ഇതിനകത്ത് 8 എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് അഥവാ നമ്മൾ 9 സേവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂന്നാമത്തെ വീല്, അതായത് ഈ ഒരു വീല് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അത് 9ഉം 10ഉം നമുക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ ഈ ഒരു നമ്പർ കിട്ടും. നമ്മളിപ്പോൾ 8 ആക്കിയിട്ടുള്ളത്, അത് നമ്മൾ രണ്ടാമത്തെ ഈ ഒരു കീയിലേക്ക് നമ്മൾ സേവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 നമ്മൾ സേവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 22 ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ നാലാമത്തേൽ സേവ് ആക്കാൻ നമ്മൾ LED പാർ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഇത് സേവ് ആക്കുന്നില്ല. നമ്മൾ ഈ ഒരു 3 മാത്രമേ നമ്മൾ ഇതിൻ്റെ സേവ് ആക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിയിലുള്ള 2 എക്സിറ്റ് ക്ലിയർ എന്നുള്ള 2 ഒരുമിച്ചും 2 പ്രാവശ്യം അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പാച്ച് നല്ല സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഏഡായിട്ട് കാണാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ലൈറ്റ് വരില്ല. ഏഡായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലൈറ്റ് വരും. അപ്പോൾ ഈ ഒരു 3 നമ്മൾ ഈ ഒരു 3 LED പാർ ഏഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഒന്നാമത്തെ LED ഓണായോ അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഏഡായോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഞെക്കിയിട്ട് നമ്മൾ ഈ ഒരു ലൊക്കേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്കൊന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഷാർപ്പിൽ ഈ ഒരു LED പാർ നമ്മൾ ഇവിടെ ഓൺ ആയിട്ടുണ്ട്.
രണ്ടാമത്തെ നമുക്ക് അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ LED പവറും ഇതിനകത്ത് ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 3 LED പവറും ഈ ഒരു മിനി പോളിനകത്ത് പാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ DMS പോലെയാണ് ഇതിൻ്റെ അകത്താക്കിയുള്ളത്. ഒന്നാമത്തത് നമ്മൾ ഈ ഒരു മാസ്റ്ററും അതുപോലെ തന്നെ 5 ചോപ്പ് അതുപോലെ തന്നെ 6 ഗ്രീനും അതുപോലെ തന്നെ 7 നീലയും നമ്മൾ നല്ല പൊക്കി കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റും കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ഫേഡർ എന്ന് പറയുന്നത് ഈ ഒരു മാസ്റ്ററും അതുപോലെ തന്നെ 5 മുതലാണ് ഫസ്റ്റ് ചോപ്പും അതുപോലെ തന്നെ 6 ഗ്രീന് 7 ബ്ലൂ. അപ്പോൾ ഇത് മൊത്തം പോയി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റും കിട്ടും. അതുപോലെ തന്നെ മൂന്നാമത്തത് ഇതിൻ്റെ അകത്ത് ബ്ലിൻഡിങ്, അതായത് സ്ട്രോബ് പോലെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചേസാണ്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ LED പാറ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുക എന്നുള്ള രീതിയിൽ ചെയ്യുകയാണ്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 3 സ്റ്റാൻഡ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഈ ഒരു ഫസ്റ്റ് ഷേപ്പ് നല്ലൊരു സാധനം ഉണ്ടാവും, ഈ ഒരു ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഡിസ്പ്ലേൻ്റെ അകത്ത് പ്ലേ ബാക്ക് ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ, അതായത് സ്വിച്ചിൻ്റെ അകത്ത് ഉണ്ടാവും, അത് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ RGB എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് പലതരം ഓപ്ഷൻ ഉണ്ടാവും. അത് നമുക്ക് മഴവില്ല പോലെ റെയിൻബോ ഉണ്ട്, റെയിൻബോ സ്പീഡ് ഉണ്ട്, അതുപോലെ തന്നെ ഈവൺ ഉണ്ട്, ഓഡ്, അതുപോലെ യൂസർ. അതുപോലെ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇതുണ്ടാവും. ഇതിപ്പോൾ റെഡ് അതുപോലെ തന്നെ പോകാനുള്ള ഉണ്ടാവും, ഗ്രീന്, അതുപോലെ തന്നെ ബ്ലൂ, സിയാൻ എന്നുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കുറേ ഐറ്റംസ് യെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് ഓരോരുത്തർ താല്പര്യം പോലെ നമ്മൾ ഇതിനകത്ത് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് റെയിൻബോ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതാ ഇതിൻ്റെ അകത്ത് ഈ ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ഒരുപോലെ തന്നെ, അതായത് നീല 3 ഒരുമിച്ച് പച്ച 3 ഒരുമിച്ച് അങ്ങനെയാണ് ഇതിനകത്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു നീങ്ങുന്ന വിധത്തിൽ നമ്മൾ തോന്നുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് എടുത്തതിന് ശേഷം ഇതിനകത്ത് 4ാമതായിട്ട് 1, 2, 3ാമതായിട്ടുണ്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു നമ്മൾ നീക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് സ്പീഡ്, അതുപോലെ തന്നെ സ്പീഡ് എന്നൊരു സാധനമുണ്ട്. ഈ ഒരു നോണിനകത്ത് ഇപ്പോൾ ഉണ്ടായത് 4ാമത്തെ നമ്മൾ D സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെലക്ട് ആയിട്ടുണ്ട്. അതിപ്പോൾ എത്ര LED പവറാണുള്ളത് ഈ ഒരു എണ്ണ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ 3 തരത്തിലായിട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ അത് സ്പീഡും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ സ്പീഡ് കുറക്കണമെങ്കിൽ ഇത് നമുക്ക് കുറച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മേലെ ഈ കൺട്രോളിൻ്റെ മേലെ നമുക്ക് സ്പീഡ് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാൻ പറ്റും, കേട്ടില്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓവർ വെളിച്ചായതുകൊണ്ട് നമ്മളിത് കുറച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ഈ ഒരു പ്ലേ ബാക്കിലേക്ക് നമ്മൾ ഇത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഷേപ്പ് നമ്മൾ, അതായത് ഓണാണ് ഇപ്പോൾ ഉള്ളത്, ഓഫാക്കിയതിന് ശേഷം ഈ ഒരു പാരാമീറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഓണാക്കുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴെ ഉണ്ടാവും കുറേ LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ഇപ്പോൾ എല്ലാം ബ്ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് ഒന്നിൻ്റെ അകത്തും ഒന്നും ഇല്ല എന്നുള്ളതാണ്, ഒന്നും സേവ് ആയിട്ടില്ല. നമ്മളിപ്പം ഒന്നിൻ്റെ അകത്ത് അത് സേവ് ആക്കിയിട്ടുണ്ട്, അതിപ്പോൾ ഇതിനകത്ത് പച്ചലായിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 മാസ്റ്റർ ഫെയ്ഡർ നമ്മൾ ഇതിനകത്ത് മേലോട്ട് പൊന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഫെയ്ഡർ വന്നിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സേവ് ആക്കിയ സാധനം കിട്ടും. അതുപോലെ നമുക്ക് ഇതിനകത്തുള്ള ഫുൾ പ്ലേ ബാക്കിലും നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓരോ LED പറയും, അതായത് ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രം അങ്ങനെ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്നാമത്തെ LED പാർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു മാസ്റ്റർ ഫെയ്ഡർ പൊന്തിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് പോയതിന് ശേഷം ഏതെങ്കിലും ഒരു ഷേപ്പ് എടുത്തതിന് ശേഷം, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പാരാമീറ്റർ കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു രണ്ടാമത്തെ ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ടാമത്തെ LED അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. പറഞ്ഞത് എന്നാലേ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഒരു 3 LED പാർ ഇതുപോലെ തന്നെ ആക്കണം. ഞാനിപ്പം 1ഉം 2ഉം ചെയ്തിട്ടുണ്ട്.
ഇനി മൂന്നാമത്തെ ഒരു LED പാറും കൂടി ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പ് ഞെക്കിയതിന് ശേഷം മൂന്നാമത്തെ LED പാറും നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ചുവപ്പ് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഈ ഒരു ഞാനിപ്പോൾ എല്ലാത്തിലും റെയിൻബോ തന്നെ കൊടുത്തിട്ടുള്ളത്. പാരാമീറ്റർ ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ നാലാമത്തെ ഈ ഒരു സ്വിച്ചിലേക്കും അതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 സ്വിച്ചിൻ്റെ അതും ഇത് സേവ് ആയിട്ടുള്ളൊരു നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എക്സിറ്റ് ക്ലിയർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തേൽ നമ്മൾ ഒന്നാമത്തെ സേവ് ആക്കിയിട്ടുണ്ട്. മൂന്നാമത്തേൽ രണ്ടാമത്തെ LED പാറ്, നാലാമത്തേൽ മൂന്നാമത്തെ LED പാറ് ഇതിൻ്റെ സേവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ്. അടുത്ത ദിവസം ഷാർപ്പിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഷാർപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.